വിധി വന്നിരിക്കുന്നു. 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കോടതി വിധി വന്നിരിക്കുന്നു. 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 15 പ്രതികളാണ്. 15 SDPI പ്രവർത്തകരാണ് വിചാരണ നേരിട്ടിരുന്നത്. പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിരിക്കുന്നത് ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശരണ്യ, അതെ, അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തെ തന്നെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ്. കാരണം രഞ്ജിത്തും ഷാനും കൊല്ലപ്പെടുന്നതും ഈ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളും പിന്നീട് വളരെയധികം ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ച കേസുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. കാരണം അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച്, വയോധികയായ അമ്മയുടെയും കുട്ടികളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് ഈ അച്ഛനെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒരാളെ അത്ര ക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടം കൊണ്ട് പ്രതികൾ ഈ രഞ്ജിത്തിന്റെ തലക്കടിക്കുകയും ഒപ്പം തന്നെ മരണപ്പെട്ടതിന് ശേഷവും വീണ്ടും മുഖമടക്കം വികൃതമാക്കുന്ന രീതിയിൽ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. തുടർന്ന് ഈ കേസിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. 15 SDPI പ്രവർത്തകരായ 15 പേരും കുറ്റക്കാരാണ് എന്ന് വിധിച്ചുകൊണ്ടാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി. അതാണ് ശരണ്യ, കുറ്റപത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകുമ്പോൾ കുറ്റപത്രത്തിൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശരണ്യ നേരത്തെ പറഞ്ഞതുപോലെ അതിക്രൂരമായാണ് രഞ്ജിത്തിനെ കൊല ചെയ്തത് എന്നുള്ള കാര്യം. ഈ 15 പേർ പ്രതികളെന്ന് പറയുമ്പോൾ അതിൽ 10 പേർ അടങ്ങുന്ന സംഘമാണ് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് കയറിയതെന്നും അവർ അവിടെ നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചന പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ കൂടം കൊണ്ട് തലയ്ക്കടിക്കുക, അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. 30-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു രഞ്ജിത്തിന്റെ ശരീരത്ത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തെളിവുകൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നില്ലേ? 1000-ഓളം രേഖകളും 100-ലധികം തൊണ്ടിമുതലുകളുമാണ് ഈ കേസിൽ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്നത്. ശരി, ഞാൻ ശരണ്യയിലേക്ക് വരാം. ഇപ്പോൾ 15 പ്രതികളും രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറ്റപത്രത്തിൽ അടക്കം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിക്രൂരമായാണ് രഞ്ജിത്തിനെ കൊല ചെയ്തത് എന്നുള്ളതാണ്. അശ്വതി, കേരളം ഉറ്റുനോക്കിയ നിഷ്ഠൂരമായ കൊലപാതകത്തിലെ വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. 15 പ്രതികളും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഈ 15 പ്രതികളും 15 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷാവിധി ഇന്നോ അല്ലെങ്കിൽ പിന്നീടോ പ്രസ്താവിക്കും. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത്. നാടിനെ തന്നെ നടുക്കിയിരുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് SDPI നേതാവും BJP നേതാവും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. SDPI നേതാവ് കൊല്ലപ്പെട്ടതിന് ആനുപാതികമായി ഒരു പകരം വീട്ടൽ എന്ന രീതിയിലായിരുന്നു ഈ കൊല നടത്തിയത് എന്നാണ് ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നത്. ഏതായാലും 49 ദിവസത്തെ വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും 15 പേരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പോലും കാരണമായ ഒരു കേസാണ് ഈ രഞ്ജിത്ത് കൊലപാതക കേസ്. കൊല നടത്തിയത് ഏറ്റവും നിഷ്ഠൂരമായി എന്ന് പറയുമ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിൽ രാത്രിയിൽ ഈ പ്രതികൾ എത്തിയിരുന്നു. രാത്രി 1 മണിയോടെ പ്രതികൾ എത്തിയിരുന്നു. എന്നാൽ അന്ന് ആ സമയത്ത് കൊലപാതകം നടത്താൻ സാധിച്ചില്ല. തുടർന്ന് പ്രതികൾ മടങ്ങിപ്പോയി. പിന്നീട് ഡിസംബർ 19 രാവിലെ 6 മണിക്ക്, അതായത് നേരം പുലരുന്നേയുള്ളൂ, ആ നേരത്ത് ഈ പ്രതികൾ വീട്ടിലേക്ക് എത്തുകയും ഈ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും മുന്നിലിട്ട് ഈ പ്രതിയെ ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 30ഓളം മുറിവുകളാണ് ഉള്ളതിൽ. അതിൽ പകുതിയിലധികം മുറിവുകളും ആഴത്തിലുള്ളതാണ്. ആ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണിൽ കരടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും BJP നേതാക്കളെ ഇവർ ഉന്നം വെച്ചിരുന്നു. അത്തരത്തിലൊരു നേതാവ് തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം
ഈ പ്രതികൾ പ്രത്യേക പരിശീലനം നേടി എന്നും ഗൂഢാലോചന നടത്തി രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തി എന്നും ഈ പ്രതികൾ ആസൂത്രണവും നടത്തി എന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം ഈ എങ്ങനെ കൊലപാതകം നടത്താം എന്നത് സംബന്ധിച്ച് പ്രതികൾ വലിയ തോതിലുള്ള മുന്നൊരുക്കവും നടത്തിയിരുന്നു. അതിനാനുപാതികമായാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തെ നടുക്കിയ കൊലപാതകത്തിൽ 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കുറ്റക്കാരാണ് എന്നൊരു വിധിയാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മാവേലിക്കര സെഷൻസ് കോടതി പറഞ്ഞത് എന്നുകൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് കൊലക്കേസ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് കാരണമായിരുന്നു. രഞ്ജിത്തിനെ കൊല ചെയ്യണം എന്നൊരു ഉദ്ദേശം പോപ്പുലർ ഫ്രണ്ടിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആലപ്പുഴയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. കേരളത്തെ നടുക്കിയ 2 കൊലപാതകങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ കൊലപാതകത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രതികാരമാണ് ഈ കൊലയ്ക്ക് കാരണമായത്. ഏതായാലും ഈ കേസിന്റെ നാൾവഴികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഡിസംബർ 19 ആണ് ഈ കൊലപാതകം നടക്കുന്നത്. 2021 ഡിസംബർ 22 ആലപ്പുഴ ഡിവൈഎസ്പി PNR ജയരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മാർച്ച് 18 15 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. ഏപ്രിൽ 23 അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു. ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നു. ഈ പ്രതികൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഈ കേസ് ഇവിടെ നിന്ന്, അതായത് ഈ ആലപ്പുഴയിൽ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് വൈകിപ്പിക്കാൻ വേണ്ടി പ്രതികൾ ഈ ആളുകളെ, അതായത് അഭിഭാഷകരെ ലഭിക്കുന്നില്ല എന്നൊരു വാദവും കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ 49 ദിവസത്തെ വിചാരണയ്ക്കൊടുവിൽ SDPI 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും കുറ്റക്കാരാണെന്ന ഒരു വിധി ആലപ്പുഴ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഒക്ടോബർ 10 പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് വിചാരണ മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഡിസംബർ 16 കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഈ 15 പ്രതികളെയും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് ഡിസംബർ 15 2023 ജനുവരി 16 കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 16 മുതൽ തുടങ്ങാൻ മാവേലിക്കര സെഷൻസ് കോടതി VG ശ്രീദേവി ഉത്തരവിട്ടു. ഫെബ്രുവരി 16 പ്രതികൾ അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം ആവശ്യപ്പെടുകയാണ്. സാക്ഷി വിസ്താരം മാർച്ച് 1 തുടങ്ങാൻ കോടതി തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മാർച്ച് 1 വിചാരണ നടപടികൾ 15 ദിവസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഏപ്രിൽ 17 ശക്തമായ പോലീസ് സുരക്ഷയിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു. മെയ് 5 ഹൈക്കോടതി വിചാരണ നടപടികൾ 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ജൂൺ 24 വീണ്ടും കോടതി മാറ്റം ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ജൂലൈ 12 മുതൽ സാക്ഷി വിസ്താരം പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 28 49 ദിവസം നീണ്ടുനിന്ന 156 സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത്. ഒക്ടോബർ 13 പ്രതികളെ കോടതി ചോദ്യം ചെയ്തു. 6000-ഓളം പേജുകളിലായി വിവരങ്ങൾ രേഖപ്പെടുത്തി. ഡിസംബർ 15 കേസിൽ അന്തിമവാദം പൂർത്തിയാവുകയും ചെയ്തു. ഒപ്പം ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നൊരു വിധിയാണ് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് കാരണമായ ഒരു കേസ് കൂടിയാണ് ഈ രഞ്ജിത്ത് വധക്കേസ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. 30 മുറിവുകളാണ് രഞ്ജിത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും കൺമുന്നിൽ വെച്ചാണ് ഈ രഞ്ജിത്ത് എന്ന യുവാവിനെ സുവിയിലേക്ക് വരാം. ഇപ്പോൾ BJP